നമുക്കിന്ന് ഫീലിങ്സ് പറഞ്ഞൊരു ചോക്ലേറ്റിൻ്റെ ഒരു അസോർട്ട്മെൻറ്റ് ചോക്ലേറ്റ് ബോക്സ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ യൂറോപ്പിൽ നിന്നുള്ള നമ്മുടെ ഒരു റിലേഷൻ വന്നപ്പോൾ നമുക്ക് കിട്ടിയൊരു ഗിഫ്റ്റ് ബോക്സ് ആണ് ഇത്. വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഇതിന് മുന്നേ ഒരിക്കലും ഇത് ട്രൈ ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു ബോക്സിന് നെറ്റ് വെയിറ്റ് വരുന്നത് 400 gram ആണെങ്കിൽ നമുക്ക് കോസ്റ്റ് എക്സാക്ട്ലി അറിയത്തില്ല. ഇതിനകത്ത് മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സ് ഉണ്ട്. അതുപോലെ ഇതിൻ്റെ മാനുഫാക്ചറിങ് പറയുന്നത് പോളണ്ടിലാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും കാണാം. ഇങ്ങനൊരു ഗോൾഡൻ റാപ്പിൽ ചോക്ലേറ്റ് കരീബിയൻ, പിന്നെ ചോക്ലേറ്റ് വിത്ത് ആൻ ഓറഞ്ച് ഫ്ലേവേർഡ് സെൻറ്റർ, കോഫി ചോക്ലേറ്റ് കോക്കോനട്ട്, ചോക്ലേറ്റ് വിത്ത് എ സെബോണിയൻ ഫ്ലേവേർഡ് സെൻറ്റർ, ചോക്ലേറ്റ് കാരമൽ ക്രിസ്പ്, ചോക്ലേറ്റ് വിത്ത് എ കൊക്കോ ആൻഡ് കാരമൽ ഫ്ലേവേർഡ് സെൻറ്റർ, കാരമൽ സ്റ്റിക്ക്, ചോക്ലേറ്റ് വിത്ത് ആൽമണ്ട് ടേസ്റ്റ്, ചോക്ലേറ്റ് വിത്ത് റാസ്ബെറി ഫ്ലേവർ സെൻറ്റർ. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഫ്ലേവേഴ്സാണ് നമുക്ക് ഇപ്പോൾ ഇതിലുള്ള എല്ലാം തന്നെ ഉണ്ടെങ്കിൽ 10 ഫ്ലേവേഴ്സാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇനി നമുക്ക് സംഭവമൊക്കെ ഒന്ന് പൊട്ടിക്കാം. എൻ്റെ ഉള്ളിലത്തെ ഇതും ഡീറ്റെയിലിങ്ങും ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ ലുഡ്വിഗ്സ് കൊക്കലാഡെ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനിയുടെയാണ് കേട്ടോ ഈ ഒരു ബോക്സ് വരുന്നത്. അവരുടെ പോളിഷ് മേക്കാണ്. അപ്പോൾ അതൊരു ജർമ്മൻ ബ്രാഞ്ച് തന്നെയാണ്. ക്രൂഗർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിലെ ജർമ്മൻ്റെ ബ്രാഞ്ചായിട്ട് തന്നെയാണ് ഈ പോളണ്ടിൽ തുടങ്ങിയത്. 2007 ഇത് തുടങ്ങി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ ആ ഒരു വെറൈറ്റി ഓഫ് ചോക്ലേറ്റ്സ് കാണാം. ഇപ്പോൾ മൾട്ടിപ്പിൾ ഫ്ലേവേഴ്സ് നമുക്ക് ഇതിനകത്തുണ്ട്, ഓൾമോസ്റ്റ് 10 ഫ്ലേവേഴ്സ്. ഇപ്പോൾ നമുക്ക് ഈ ബോക്സിൽ ടോട്ടൽ എത്ര നമ്പർ ഓഫ് ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 40 ചോക്ലേറ്റ്സ് ആണ് നമുക്കുള്ളത്. 40 പീസസ്. അപ്പോൾ അതിൽ പലതും റിപ്പീറ്റിംഗ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. 4 ഉണ്ടായ ഒരു പീസ്. അപ്പോൾ 10 ടൈപ്സ് ഉള്ളതെന്ന് തന്നെ എല്ലാം 4 പീസ് ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. നമുക്ക് ആദ്യം തന്നെ ചോക്ലേറ്റ് കരീബിയൻ എടുക്കാം. റാപ്പൊക്കെ ചെയ്തേക്കുന്ന ഏക ഒരു ചോക്ലേറ്റാണ് ഇതിനകത്ത്. ഇതിനകത്ത് കരീബിക് പ്രലയനം കൂടെ ചേർന്നിട്ടുള്ളൊരു ചോക്ലേറ്റാണ്. ഇത് തന്നെ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അത്യാവശ്യം ഷേപ്പ് വൈസ് ഇപ്പോൾ ഇതിൽ കാണുന്ന പലതിൻ്റെ തന്നെ ഒരു സിമിലാരിറ്റി ആണുള്ളത്. പക്ഷേ ഡെഫിനറ്റ്ലി ഇൻഗ്രീഡിയൻറ്റ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് കോട്ടിങ്ങും അതിൻ്റെ ഉള്ളിൽ വളരെ ടോണിക്കിൻ്റെ ഒക്കെ ചെറിയൊരു ചുവയായിട്ടുള്ളൊരു ടേസ്റ്റാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല ഈ ഒരു ഫ്ലേവർ. അപ്പോൾ ഡെഫിനറ്റ്ലി ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. ഇത് ഭയങ്കര സ്വീറ്റും അതിൻ്റെ ഉള്ളിലെ ഒരു ടോണിക് കൈൻഡ് ഓഫ് ഫ്ലേവറും കൂടെ ചേർന്നപ്പോൾ എനിക്ക് തീരെ പറ്റിയില്ല. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ഫ്ലേവറിലേക്ക് പോകാം. അടുത്ത് നമുക്ക് അതിൻ്റെ ഏറെക്കുറെ ഒരു ഓർഡറിൽ തന്നെ ഓറഞ്ച് വിത്ത് ചോക്ലേറ്റ് സെൻറ്റഡ് ആണ്. അതായത് ചോക്ലേറ്റ് ഫ്ലേവർ സെൻറ്ററിലുള്ള ഒരു ചോക്ലേറ്റാണ് കേട്ടോ ഇത്. ചോക്ലേറ്റ് അല്ല, ഓറഞ്ച് ഫ്ലേവർ സെൻറ്ററിലുള്ള ഒരു ചോക്ലേറ്റ്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റ് വൈസ് ഒന്ന് നോക്കാം. അപ്പോൾ ടേസ്റ്റ് വൈസ് ഇതിൻ്റെ പറയുകയാണെങ്കിൽ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞ ഫ്ലേവറിൻ്റെ നല്ല കട്ടി മധുരവും അതുമാതിരി തന്നെ ചെറിയൊരു ടോണിക് ഫ്ലേവറും പിന്നെ വളരെ ലൈറ്റായിട്ടുള്ള ഓറഞ്ച് ഫ്ലേവറിന് ചെറിയൊരു പുളിയൊക്കെ ആയിട്ട് കൂടെ വരുന്നുണ്ട്. ഇതും പേഴ്സണലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ചോക്ലേറ്റ് എനിക്ക് അങ്ങനെ അധികം ഇഷ്ടപ്പെടാതെ പോകണേ. അപ്പോൾ ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നമുക്ക് അടുത്ത ഫ്ലേവർ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഫി ചോക്ലേറ്റ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് കേട്ടോ ഐറ്റം. ഇനി ഇതിൻ്റെ ടേസ്റ്റ് വൈസും ബാക്കിയൊക്കെ നോക്കാം. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു ചോക്ലേറ്റ്. ഉള്ളിൽ കോഫിയുടെ ഒരു ചെറിയ ടിഞ്ചുള്ളെങ്കിലും കാരമലിൻ്റെ ടേസ്റ്റാണ് വരുന്നത്. ഇതിന് ചെറുതായിട്ടൊരു ടോണിക് ഫ്ലേവർ വരുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി ഇതും ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷേ കുഴപ്പമില്ല. ആദ്യം കഴിച്ച 2 ഫ്ലേവറിനേക്കാളും ഫാർ ബെറ്ററാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലേവറിലേക്ക് പോവാം. അപ്പോൾ അടുത്ത് നമ്മൾ ട്രൈ ചെയ്യുന്നത് ചോക്ലേറ്റ് കോക്കനട്ടാണ്. അപ്പോൾ ഒബ്വിയസ്ലി ചോക്ലേറ്റിൻ്റെ ഉള്ളൊരു കോക്കനട്ട് ഫില്ലിംഗ് ആയിരിക്കും. ബൗണ്ടിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് നല്ല ഭയങ്കര ഒരു ഷുഗറി സ്വീറ്റ്നെസ്സിൻ്റെ ഒപ്പം ചെറുതായിട്ട് ഒരു ടോണിക്കിൻ്റെ ടേസ്റ്റാണ് കിട്ടിയത്. എനിക്ക് കോക്കനട്ടിൻ്റെ ഒരു ഫ്ലേവറിങ് കിട്ടിയില്ല. ഒബ്വിയസ്ലി കോക്കനട്ട് കണ്ടൻറ്റ് ഉണ്ടാവും, പക്ഷേ ഒരു ഫ്ലേവറിങ് കിട്ടിയില്ല അങ്ങനെ പോകാം. അപ്പോൾ ഇതും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആദ്യത്തെ 2 ഫ്ലേവേഴ്സിനേക്കാളും ബെറ്ററാണ് 3rd ഫ്ലേവറും 4th ഫ്ലേവറും. ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ നോക്കാം. അടുത്ത് നമ്മൾ എടുത്തേക്കുന്നത് ചോക്ലേറ്റ് വിത്ത് റാസ്ബെറി ഫ്ലേവേർഡ് സെൻറ്ററാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റും ഫില്ലിങ്ങും ഒക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതും അത്യാവശ്യം ഭയങ്കര ഷുഗറി സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം. ചെറിയൊരു പുളി, റാസ്ബെറിയുടെ പ്രത്യേക ഫ്ലേവറൊന്നും എടുത്ത് കിട്ടിയില്ല, പക്ഷേ ഡെഫിനറ്റായിട്ട് അതിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതും ആസ് യൂഷ്വൽ അത്ര ടേസ്റ്റ് ആയില്ല. കാരണം വെച്ചാൽ ഒരു ടോണിക്കിൻ്റെ ചുവ ബേസിക്കലി ചോക്ലേറ്റിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ പലരും ഉണ്ടാവും. പക്ഷേ എനിക്ക് പേഴ്സണലി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റാണ് ഇഷ്ടം. ഇനി നമുക്ക് അടുത്ത ഫ്ലേവർ നോക്കാം.
അപ്പോൾ അടുത്ത നമ്മുടെ അഞ്ചാമത്തെ ഫ്ലേവർ ചോക്ലേറ്റ് വിത്ത് ആൽമണ്ട് ഫ്ലേവറാണ് കേട്ടോ. അഞ്ചാമത്തെ അല്ല, ടിപ്പിക്കലി ആറാമത്തെ ഫ്ലേവർ. അപ്പോൾ ഇനി ഇതിൻ്റെ ടേസ്റ്റും ഫില്ലിങ്ങും ഒക്കെ ഒന്ന് നോക്കാം. അത്യാവശ്യം സെയിം തന്നെ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ചെറിയൊരു ടോണിക്കിൻ്റെ ചുവയുള്ള നമ്മുടെ ചോക്ലേറ്റും പിന്നെ ഒരു കാരമൽ കൈൻഡ് ഓഫ് ഫില്ലിംഗ് ആണ്. ആൽമണ്ട് ടേസ്റ്റ് എടുത്ത് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ നൗഗട്ട് ഫീലിങ്ങിൻ്റെ ടേസ്റ്റൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇനി അടുത്ത ഫ്ലേവർ നോക്കാം. ഇത് നമ്മുടെ കാരമൽ സ്റ്റിക്കാണ് കേട്ടോ. ഇതാണ് അപ്പോൾ ഐറ്റം. ഇനി ഇതിൻ്റെ ടേസ്റ്റും ഫില്ലിങ്ങും നോക്കാം. വളരെ സ്വീറ്റായിട്ട് വളരെ തിൻ ലെയർ ഓഫ് ചോക്ലേറ്റും ഉള്ളിൽ ഭയങ്കര തിക്കായിട്ടുള്ള അത്യാവശ്യം എക്സ്ട്രീം സ്വീറ്റ് ആയിട്ടുള്ള ഒരു കാരമൽ ഫില്ലിങ്ങുമാണ്. ഇതിന് കമ്പാരിറ്റീവ്ലി ആ ഒരു ടോണിക് ടേസ്റ്റ് കുറവാണ്, വളരെ ഡയല്യൂട്ടഡ് ആണ്, വളരെ മൈനറായിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സോഫാർ പേഴ്സണലി ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഫ്ലേവറായിട്ട് തോന്നുന്നത് ഇതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ഫ്ലേവറിലേക്ക് നോക്കാം. അടുത്തത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ചോക്ലേറ്റ് വിത്ത് കൊക്കോ ആൻഡ് കാരമൽ ഫ്ലേവേർഡ് സെൻറ്ററാണ്. അപ്പോൾ ഇതിന് മാത്രം ഒരു ഡിഫറൻറ്റ് ഒരു വൈറ്റ് ടിഞ്ചൊക്കെ വരുന്നുണ്ട് കളർ വരുമ്പോൾ. ഇനി ഇതിൻ്റെ ഉള്ള ഫില്ലിങ് ടേസ്റ്റൊക്കെ നോക്കാം കേട്ടോ. ഇതും വളരെ എക്സ്ട്രീമായിട്ടുള്ള മധുരവും അതുമാതിരി തന്നെ ചെറിയൊരു ടോണിക് ഫ്ലേവറും പിന്നെ എന്താ ഒരു കാരമലൊക്കെ ഉള്ള ഉള്ളിൽ ഫില്ലിംഗ് ഉള്ള മാതിരി ഫീൽ ചെയ്യും. വേറെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും പറയാനില്ല. ഒരു ടിപ്പിക്കൽ ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും അങ്ങനെയൊന്നും കിട്ടുന്നില്ല. എക്സ്ട്രീം സ്വീറ്റ്നെസ് ആണ്, നല്ലൊരു പൗഡേർഡ് ഷുഗറിൻ്റെ ടേസ്റ്റാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഫ്ലേവറിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത ഐറ്റം, ചോക്ലേറ്റ് കാരമൽസ് ക്രിസ്പ്. അപ്പോൾ മുകളിൽ എന്തൊക്കെ റൈസ് ബോൾ മാതിരിയുള്ള ചെറിയ ചെറിയ നമുക്ക് ഫില്ലിങ്സ് കാണാം. ഇനി നമുക്ക് ടേസ്റ്റ് വൈസും ടെക്സ്റ്റ് വൈസും നോക്കാം. ഇത് അത്യാവശ്യം ചെറിയൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ബൈറ്റ്സും ചെറിയ ലെയർ ചോക്ലേറ്റും ഉള്ളിൽ വീണ്ടും അത്യാവശ്യം വളരെ ഷുഗറി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടിയ മിക്ക ഐറ്റത്തിൻ്റെ മാതിരി തന്നെ നല്ല സ്വീറ്റ്നെസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ചെറിയൊരു ക്രിസ്പി ബൈറ്റ്സ് ഇടുന്നത് അത് ഇടയിൽ രസം ഉണ്ടാകുന്നതിൽ. ടോണിക്കിൻ്റെ ടേസ്റ്റ് വളരെ ഡൈല്യൂട്ടായിട്ട് ഇതിലും ഉണ്ട്. അപ്പോൾ ഇനി ലാസ്റ്റ് ഫ്ലേവറിലേക്ക് നോക്കാം. അപ്പോൾ ലാസ്റ്റ് ഫ്ലേവർ ചോക്ലേറ്റ് വിത്ത് സെബോൺ ഫ്ലേവേർഡ് സെൻറ്ററാണ്. അപ്പോൾ ഇതിന് നമുക്ക് ടേസ്റ്റ് വൈസും ഫില്ലിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ വീണ്ടും ഒരു ടോണിക്കിൻ്റെ ടേസ്റ്റ് എക്സ്ട്രീമായിട്ട് കയറി വന്നു, പ്ലസ് അടിപൊളിയായിട്ട് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം തന്നെ. അപ്പോൾ ഇതും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. ഓവറോൾ ഈ ഒരു ചോക്ലേറ്റ് ബോക്സ് തന്നെ എൻ്റെ പേഴ്സണൽ ഇതിൽ ചെറിയൊരു ടോണിക് ടേസ്റ്റ് മാതിരി എനിക്ക് ഫീൽ ചെയ്താലും നമ്മുടെ ചുമയുടെ ഒക്കെ കഴിക്കുന്ന ടോണിക്കില്ലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്താലും തന്നെ എനിക്ക് അത്ര എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഡെഫിനറ്റായിട്ട് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ഫ്ലേവറും ഒന്ന് കമൻറ്റ് ചെയ്യുക.